ഹലോ, ഞാൻ സഫ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു വർക്കിംഗ് ഡേ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ യൂണിഫോം അയൺ ചെയ്ത് വെക്കുക ചെയ്യുന്നത്. പിന്നെ ഒരു ചെറിയ വാക്കിനൂടെ പോകുന്നുണ്ട്. ഡെയിലി 10,000 സ്റ്റെപ്സ് എങ്കിലും ചുരുങ്ങിയത് നടക്കണം എന്നുള്ളൊരു ഗോൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ മോർണിംഗ് വാക്ക് തുടങ്ങിയത്. മോർണിംഗ് വാക്ക് മാത്രമല്ല, ഞാൻ രാത്രിയും നടക്കാറുണ്ട്. പക്ഷേ മോർണിംഗ് വാക്കുകൾ മാത്രമേ ഇത്ര ഭംഗി ഉണ്ടാവാറുള്ളൂ. ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പറമ്പിലൂടെയൊക്കെയാണ് നടക്കാറ്. രാവിലെ അരമണിക്കൂർ കൂടുതലൊന്നും നടക്കാറില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 30 മിനിറ്റ്സ്, പിന്നെ രാത്രി ഒരു 30 മിനിറ്റ്സ്, അത്രേ നടക്കാറുള്ളൂ. സ്കിൻ കെയറൊക്കെ എനിക്ക് ഭയങ്കര റീസെൻ്റായിട്ട് വന്ന ഒരു താല്പര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ വലിയ ജ്ഞാനമൊന്നുമില്ല, പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ സ്കിൻ കെയർ റുട്ടീനൊക്കെ കാണിക്കുമോ എന്ന് പറഞ്ഞിട്ടുള്ള കമൻസ് കാണുമ്പോൾ അതിനൊന്നും ഞാൻ വളർന്നിട്ടില്ല എന്നുള്ളൊരു തോന്നലാണ് എനിക്ക്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നയാസിനമൈഡ് സിറം, അതുപോലെ തന്നെ വിറ്റമിൻ സി സിറം ആണ് കേട്ടോ. അതിൻ്റെ കൂടെ സൺസ്ക്രീനും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ 9:30 ആയിട്ടോ. ഒരു 10 ഒക്കെ ആകുമ്പോൾ ഓഫീസിൽ പോയാൽ മതി. അപ്പോൾ നമുക്കിനി ഒരു ഹാഫ് ആൻ അവർ ടൈം ഉണ്ട്. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തന്നെ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ പ്രിപ്പയർ ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഓവർനൈറ്റ് ഓട്സ് ആണ് കേട്ടോ, അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹാഫ് ആൻ അവറിൻ്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് ഒരു ചെറിയൊരു കാര്യത്തിനെ കുറിച്ച് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി ഒന്ന് വായിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും അതും കൂടെ നോക്കാം. ഇപ്പോൾ 9:56 ഓഫീസിൽ പോകും. എനിക്ക് ഓഫീസിലേക്ക് ഇവിടുന്ന് ആകെ 1.5 കിലോമീറ്റേഴ്സേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സേ എടുക്കുകയുള്ളൂ ഓഫീസിലെത്താൻ. രാവിലെ 10 to 11 ഭയങ്കര ബിസി സമയമാണ് കേട്ടോ ഓഫീസിൽ. 11 മണീൻ്റെ മുന്നേ ആയിട്ട് കോടതിയിലെത്തണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് രാവിലെ ഉണ്ടാവാറുണ്ട്. ആ തിരക്കിൻ്റെ ഇടയിലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ എല്ലാവരും പോസ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓഫീസിൽ നിന്ന് പിന്നെ കോടതിയിലേക്കും കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. നമ്മളധികവും 11 മണിയാവാൻ 5 മിനിറ്റ് കൂടി ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഇറങ്ങാറ്. ആ സമയത്തിനുള്ളിലൊക്കെ എത്തും. അത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. ഇത് രാവിലെ എടുത്ത വീഡിയോ അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇവിടെ ഒന്നും തിരക്കില്ലാത്തത്. 11 മണിക്കൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഒരു 12-1 മണി വരെ കോടതിയിൽ തന്നെയാണ് ഉണ്ടാവുക. കോർട്ട് റേസ് ചെയ്യുന്നവരെ നമ്മളവിടെ ഇരിക്കാറാണ്. നല്ല കാറ്റും മഴയൊക്കെ ഉള്ളൊരു ദിവസം എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. കോർട്ട് റേസ് ചെയ്തിട്ടും പുറത്തിറങ്ങാൻ പറ്റാതെ അവിടെ പെട്ടുപോയൊരു ദിവസമായിരുന്നു. ബട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കാറ്റൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കാൻ. അങ്ങനെ അധിക ദിവസങ്ങളിൽ ഉച്ചയാവുന്നതുകൂടി തന്നെ കോടതിയിലെ പണി തീരും. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഇരിക്കണ്ടുള്ളൂ. അപ്പോൾ ഒരു 1 മണി 2 മണി ആകുമ്പോഴേക്ക് തിരിച്ച് ഓഫീസിലേക്ക് വരാം. പറഞ്ഞോ. ഓഫീസിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ വാടാമല്ലി പൂക്കൾ കുറേ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിലിതുപോലെ കുറേ പൂമ്പാറ്റകളും വന്നിരിക്കുന്നുണ്ട്. നോക്കി നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ വീട്ടിൽ വന്നു കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരാറാണ്. ഇവിടെ ഓഫീസിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ എന്തോ ഉള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വരാൻ എനിക്ക് എളുപ്പം. അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഡയറ്റിലായതുകൊണ്ട് സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഇപ്പം ഞാൻ കുക്ക് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. ഇന്ന് ലഞ്ചിന് ഞാനൊരു പനീർ ചപ്പാത്തി റോളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പനീറിൽ നല്ല പ്രോട്ടീൻ റിച്ച് ആണ്, പക്ഷേ നല്ല ഹൈ ഇൻ കാലറിയുമാണ്. അതുകൊണ്ട് ഒരു 50 ഗ്രാംസ് ഒക്കെ പനീർ എടുക്കുന്നുള്ളൂ. അതൊന്ന് എല്ലാ മസാല പൊടികളൊക്കെ ഇട്ട് ഗ്രീക്ക് യോഗേർട്ടും ഇട്ട് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യാം. പനീർ ഞാൻ വളരെ കുറച്ച് ഓയിലൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചപ്പാത്തിയിൽ മയണൈസിന് പകരം ഗ്രീക്ക് യോഗേർട്ട് തന്നെയാണ് സ്പ്രെഡായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ കുറച്ച് പെപ്പർ പൗഡറും ഉപ്പും ആക്കിയിട്ടുണ്ട്. പിന്നെ ലെറ്റസ് വെച്ചിട്ട് നമുക്ക് ബാക്കി ഫില്ലിങ്സ് കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാനൂടെ ഉള്ളൂ. അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കവും കുറച്ച് കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് സോയ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ മെസ്സൊക്കെ ഞാൻ തന്നെ ആദ്യം ഒന്ന് ക്ലീനപ്പ് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കാനിരിക്കുന്നത്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാൻ വെച്ചു. ബാക്കി വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ക്ലീനപ്പ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ലഞ്ച് കഴിച്ചു കേട്ടോ. 2:15 ഇപ്പം തന്നെ മാറ്റി ഓഫീസിൽ പോകണം.
ഉച്ചയ്ക്ക് ശേഷം ഒരു ബാങ്കിൽ പോകാറുണ്ട് കേട്ടോ. ലീഗൽ വെറ്റിങ്ങിന് വേണ്ടിയിട്ട് സീനിയറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്. അങ്ങനെ ഇറങ്ങിയതാണിന്ന്. അപ്പോൾ പോയി വരുന്ന വഴിക്ക് ചെറിയൊരു ഡീറ്റോർ. അങ്ങനെ ബാക്കി വർക്കുകളൊക്കെ ഈവനിങ്ങിൽ ഇരുന്നിട്ടാണ് കേട്ടോ ചെയ്യുക. മെയിനായിട്ട് നാളത്തെ കേസുകൾ എന്താണെന്നൊക്കെ ഒന്ന് റെഫർ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് അധികം റഷൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങാം. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് ചെയ്യാനുള്ള പണിയൊക്കെ നേരത്തെ ചെയ്ത് വെച്ചിട്ട് ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. ടാറ്റാ. അങ്ങനെ ഇപ്പോൾ ഫ്രഷായി ഡിന്നർ കഴിക്കണം. 7:11 6 മണിൻ്റെ മുന്നേ കഴിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷെ ഓഫീസിൽ എത്തുമ്പോഴേക്ക് ലേറ്റ് ആവും. അപ്പോൾ കൂടിപ്പോയാൽ ഒരു 8 മണിൻ്റെ മുന്നേ. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ചപ്പാത്തിയാണ്. ചപ്പാത്തിൻ്റെ കൂടെ ബീഫ് കറി ഉണ്ട്, പിന്നെ ഒരു ബോയിൽഡ് എഗ്ഗും കുറച്ച് സാലഡും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനാദ്യം എഗ്ഗ് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സോഫ്റ്റ് ബോയിൽഡ് എഗ്ഗാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സാലഡ് ഉണ്ടാക്കണം. അങ്ങനെ ഡിന്നർ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് 8:15. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ നെഫ്യൂ വന്നത്. അപ്പോൾ അവൻ അതും കൂടെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഫെലസിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല രസമാണ് കേട്ടോ. എത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണെങ്കിലും നല്ല റിവ്യൂ ഒക്കെ പറയും. ഇനിയിപ്പോൾ അവന് ഇഷ്ടമായിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് എന്നല്ലാണ്ട് ഒന്നും പറയില്ല. നൂഡിൽസ്. Okay, it's ready? I thought you wanted ketchup. No. And the runny yolk was mixed into the side. It was so good because I ate a lot of it. You like runny yolks? Yeah. What else will I do without runny yolks? അങ്ങനെ ഇപ്പോൾ ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി ഫെലസിൻ്റെ കുറച്ച് ഹോം വർക്ക്സ് ഒക്കെ ഉണ്ട്, അത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. ഫെലസിൻ്റെ മമ്മ ഇപ്പോൾ ഇവിടെ ഇല്ല. മമ്മൻ്റെ വീട്ടിൽ പോയിക്കണേ. അപ്പോൾ ഫെലസ് ഇവിടെ ഒറ്റക്കാണ്. അപ്പോൾ ഫെലസിൻ്റെ ഹോംവർക്കൊക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഹോംവർക്കിൽ ഫാമിലി ഫോട്ടോ ഒട്ടിക്കാനുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ ഫാമിലീനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഏതൊക്കെ ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഫെലസിൻ്റെ ഫാമിലി ഫോട്ടോ ഒട്ടിക്കാൻ പറഞ്ഞിട്ടൊരു ഹോംവർക്ക് ഉണ്ട്. ഫെലസിനിപ്പോൾ ഒരു കുഞ്ഞനിയനും കൂടെ ഉണ്ട്. അനിയൻ ഉണ്ടായതിന് ശേഷം ഉള്ള ഫാമിലി ഫോട്ടോ ഒന്നും പ്രിൻ്റ് എടുത്തത് കയ്യിലില്ല. അതെന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഫെലസും ഫെലസിൻ്റെ മമ്മയും പപ്പയും കൂടെ ഉള്ളൊരു ഫോട്ടോ ഉണ്ട്, പിന്നെ ഫെലസും കുഞ്ഞനിയനും കൂടെ ഉള്ളൊരു ഫോട്ടോ ഉണ്ട്. രണ്ടും കൂടെ ഒട്ടിക്കാമെന്നാണ് അപ്പോൾ വിചാരിക്കുന്നത്. ചെയ്യാനുള്ള ഹോംവർക്ക്സും ആക്ടിവിറ്റീസും ഒക്കെ നമുക്ക് അവർ സെൻഡ് ചെയ്ത് തരാണ് കേട്ടോ ചെയ്യുക, സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യിപ്പിക്കണം. അത് കൂടാതെ ഫെലസിന് ഓൺലൈൻ മദ്രസ കൂടെ ഉണ്ട് കേട്ടോ. അതൊരു 1 hour ഉണ്ടാവും. അതാണ് ഇപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ ടോട്ടൽ 6661 സ്റ്റെപ്സ് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇത് 10K ആക്കണം. അപ്പോൾ 10K ആവുന്നവരെ ഇപ്പോൾ നടക്കാൻ പോവുക. നൈറ്റ് വാക്ക് എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ മോർണിംഗ് വാക്ക് പോലെ കാഴ്ചകളൊന്നും കാണാനുണ്ടാവില്ല. രാത്രി ഞാൻ അധികം ഫോണിൽ എന്തെങ്കിലും നോക്കിയിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ ഒക്കെ ഇങ്ങനെ നടക്കാതെ പാട്ടൊക്കെ വെച്ച്. പിന്നെ ഇടയ്ക്കൊക്കെ ഫെലിസും എൻ്റെ കൂടെ കൂടും. ഫെലിസിന് സൈക്കിളുണ്ട്, അപ്പോൾ സൈക്കിൾ ചവിട്ടാൻ ഇപ്പോഴും ട്രെയിനിങ് വീൽസ് വെച്ചിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ട്രെയിനിങ് വീൽസൊക്കെ എടുത്ത് കളയാൻ ഒക്കെ ഉള്ളൊരു പരിശ്രമത്തിലാണ്. അപ്പോൾ ഞാനിവിടെ നടക്കുമ്പോൾ എൻ്റെ പിറകെ ഇങ്ങനെ സൈക്കിളെടുത്ത് നടക്കും. അത് നല്ല ഫണ്ണാണ്. ഇടയ്ക്ക് ഞങ്ങൾ ഓടിക്കളിയൊക്കെ കളിക്കാറുണ്ട്. അതെനിക്കിഷ്ടമാണ്. പക്ഷേ ഇന്ന് ഞാൻ നടക്കാൻ ഇറങ്ങിയ സമയത്ത് ഫെലിസിന് മദ്രസ ഉണ്ട്, ഓൺലൈൻ മദ്രസാണ് കേട്ടോ. അപ്പോൾ ഫെലിസ് എൻഗേജ്ഡാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റക്കാണ്. അങ്ങനെ അബൌട്ട് 45 മിനിറ്റ്സ് നടന്നു കേട്ടോ. അപ്പോൾ മോർ ദാൻ 10,000 സ്റ്റെപ്സ് ആയി. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഫെലിസിനെ ഹോംവർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ. Today we are gonna glue some of my family photos. So I will show you how I am doing. This is my mother and this is my father and this is me when I was little. And this is my little brother who didn't exist when this photo was taken. We are wearing the same matching pajamas. Put some glue on it. So we are done with sticking my family photos. Welcome back. And this is the spelling of little. In case you don't know little spelling, I'll tell you. It's L-I-T-T-L-E, the spelling of little. We are gonna get into the part where we read. My dear Mama. It's a poem. Okay, we are gonna get into the poem. Open your eyes, Mama. They will soon begin. Open your eyes, Mama, as you love me. Type this poem in the comments if you know how to read. So that's all for now. Good night. Good night. ഇപ്പോൾ 11:10 നല്ലോണം ഉറക്കം വരുന്നുണ്ട്. എൻ്റെ ബെഡ് ടൈം ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് 11:30ക്കാണ്. രാത്രി നടക്കുന്ന കാരണം പെട്ടെന്ന് നല്ലോണം ഉറക്കം വരും. ഫെലിസിൻ്റെ കൂടെ ഓരോന്ന് ചെയ്തിരുന്നിട്ട് കുറച്ച് ലേറ്റായി. രാവിലത്തെ സെയിം റുട്ടീൻ തന്നെയാണ് നൈറ്റിലും ചെയ്യാറ്. നയാസിനമൈഡ് സെറം അതുപോലെ തന്നെ വിറ്റമിൻ സി സെറവും. അതിൻ്റെ കൂടെ ഞാൻ ഒരു സ്കാർ ജെല്ല് കൂടെ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ മുഖത്ത് ആക്നി സ്കാർസ് ഇങ്ങനെ ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സ്കാർ ജെല്ല് വാങ്ങിച്ച് നോക്കിയിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് 8 ആഴ്ചയെങ്കിലും യൂസ് ചെയ്താലേ റിസൾട്ട് കാണുള്ളൂ എന്നൊക്കെയാണ്. അപ്പോൾ അതും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബെഡ് ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉറങ്ങാനൂടെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.